ഹായ്, ഞാൻ അഫീദ. ഞാൻ മലപ്പുറത്ത് നിന്നുള്ള ഒരു സോളോ ട്രാവലറാണ്. ഞാനിപ്പോൾ എൻ്റെ അടുത്ത ട്രിപ്പിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ട് ഞാനിപ്പോൾ ചെന്നൈയിലാണുള്ളത്. ഞാൻ കരുതിയ സ്ഥലത്തേക്ക് ഞാൻ എത്തുമെന്ന് എനിക്ക് അറിയില്ല, പക്ഷേ ഒരു മാസം കഴിഞ്ഞിട്ട് ഞാൻ എന്താണെങ്കിലും വീട്ടിലേക്ക് പോകണുള്ളൂ. അപ്പോൾ അതിനുള്ളിൽ ഞാൻ എങ്ങോട്ടൊക്കെ എത്തുമെന്ന് നമുക്ക് കാണാം. ആൻഡ് എനിക്ക് ഓർമ്മയുണ്ട്, കഴിഞ്ഞ ഈ സമയത്താണ് ഞാൻ എൻ്റെ ഫസ്റ്റത്തെ സോളോ ട്രിപ്പിന് വേണ്ടിയിട്ട് സ്പിറ്റി വാലി പോണേ. ആ ഞാൻ ഇരുന്ന് കരഞ്ഞ് പേടിച്ചിട്ടാ പോയി. എന്താണേലും മരിക്കുന്നൊക്കെ കരുതി ഭയങ്കര പേടിച്ചിട്ട്, കാരണം അത്ര ഇതായിട്ട് ഞാൻ പോയെ. കുറെ കരുതി വേണ്ട പോണ്ട പോയി എന്നാ മരിക്കുള്ളൂ, അങ്ങനത്തെ ഒക്കെ സീൻ ചെയ്യുന്നു കേട്ടോ. ഇപ്രാവശ്യം എനിക്ക് അങ്ങനെ ഇറങ്ങുമ്പോൾ ഒരു പ്രശ്നമില്ല, ഒരു പേടിയില്ല. എനിക്ക് എന്താ മനസ്സിലാച്ചാൽ ആ ഒരു സ്റ്റെപ്പ് ഉണ്ടാവില്ല, നമുക്ക് ഇങ്ങനെ പേടിച്ചിട്ട് നമ്മളെ ആഗ്രഹത്തിൽ നിന്നൊക്കെ പേടി കാരണം ബാക്കൊക്കെ നിൽക്കണേ. ആ ഒരു ഒറ്റ പ്രാവശ്യം അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ പിന്നെ അങ്ങോട്ട് പിന്നെ ഒന്നുമില്ല ബ്രേക്ക് ചെയ്യാന്. ഫുള്ള് എന്താ പറയാ, ആ സാധനം പേടി സാധനം അങ്ങോട്ട് പോയി കിട്ടും. ഇപ്പൊ ഞാനിങ്ങനെ പേടി വരുന്ന ഇങ്ങനെ പക്ഷെ പേടി വരുന്നില്ല, കഴിഞ്ഞു. എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പോ വാ, ലെറ്റ്സ് ഗോ. അങ്ങനെ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഒരു ഇന്റർനാഷണൽ ടെർമിനലിന്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. പണ്ട് മീൻസ് കുറച്ച് വർഷം, ഒരു 3 വർഷം മുമ്പ്, 3 വർഷമൊന്നും ആയിട്ടില്ല ഞാൻ ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറിയിട്ട്. അന്ന് തന്നെ ഭയങ്കര പൊലിയുന്നു. ഇപ്പൊ ഞാൻ ഇന്റർനാഷണലിലൊക്കെ കയറാനും. പിന്നെ കണ്ടിട്ട് എല്ലാവരും ചോദിക്കുക, ഈ ഇന്റർനാഷണൽ തന്നെയാണോ അതോ ഡൊമസ്റ്റിക് ആണോ എന്ന്. കാരണം എല്ലാവരുടെ കയ്യിലും നോക്ക്, ഓരോ ഫാമിലിന്റെ കയ്യിൽ ഇത്ര ലഗേജ് ആളുണ്ട്. ഞാൻ ആകെ ഈ ഒരു ബാഗുമാണ് ഇങ്ങോട്ട് കൊടുക്കണേ. ഇത് വെച്ചിട്ടാണ് ഞാൻ പോണത്. നോക്കുക, എല്ലാവരുടെ അടുത്തും നിറച്ചു ബാഗേജ് ആളാണ്. അയ്യോ, അപ്പൊ നമുക്ക് പോവാം. അപ്പൊ ഇതിന്റെ ചെക്കിങ് കഴിഞ്ഞു. ഞാൻ അത്രയും നേരം ടെൻഷൻ അടിച്ചിട്ടേന്നുള്ളൂ, കാരണം ഇവർ കുറെ ഡോക്യുമെന്റ്സ് ഒക്കെ വെരിഫൈ ചെയ്യും. കാരണം ഞാൻ പോണത് നമ്മൾ സാധാരണ രീതിയിൽ മൊറീഷ്യസ് പോവുകയാണെങ്കിൽ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് ബാലൻസ് അത്യാവശ്യം നല്ലോണം കാണിക്കണം, അതേമാതിരി റിട്ടേൺ ടിക്കറ്റും കാണിക്കണം. ആ റിട്ടേൺ ടിക്കറ്റ് എടുത്തുക്കണു, പക്ഷേ ബാങ്ക് ബാലൻസ് ഹോട്ടൽ ബുക്കിംഗ് ഒന്നും എൻ്റെ അടുത്തില്ല കേട്ടോ. ഞാൻ അങ്ങനെ അങ്ങോട്ട് പോവാണ്. അപ്പോൾ ആ ബാങ്ക് ബാലൻസ് ഇപ്പം ഞാൻ വരച്ചിട്ടുണ്ടാക്കി. പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ അല്ലാത്ത ഞാനിപ്പോൾ പോണത്, എനിക്ക് അവിടുന്ന് ഒരാൾ ഇൻവിറ്റേഷൻ ലെറ്റർ വിട്ടെന്നു. അപ്പം നമ്മൾ അയാളെ ഇൻവിറ്റേഷൻ ലെറ്റർ കാണിക്കണം, അതേമാതിരി അയാളെ പാസ്പോർട്ട് കാണിക്കണം, അതേമാതിരി അയാളെ ഒക്യുപ്പേഷൻ പെർമിറ്റ് മൊറീഷ്യത്തെ അതും കാണിക്കണം. അപ്പം അതിൻ്റെ അടുത്ത് ഉണ്ടായില്ല. അതിപ്പോൾ ഭാഗ്യത്തിന് അയാൾ ഒരു ചെക്ക് കിട്ടി, അയാൾ എനിക്കിപ്പോൾ വിട്ടെന്നു. അപ്പോൾ അത് ക്ലിയറായി. ഇനി ബാംഗ്ലൂർ ചെന്നിട്ട് ഒരു ചെക്കിങ് കൂടെ ഉണ്ടാകും, അതും കൂടെ റെഡി ആയാലുള്ളൂ ഇനി മൊറീഷ്യസ്ക്ക് ഫ്ലൈറ്റ് കയറ്റി വിടുള്ളൂ. ഇനി അവിടെ ഒന്നും ഉണ്ടാവാതിരുന്നാൽ മതിയല്ലോ. അതാണ് ഞാൻ ഇത്രയും നേരം ഇൻസ്റ്റഗ്രാമിൽ അധികം ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ആഫ്രിക്ക പോവാന്നുള്ളത്. കാരണം എന്തെങ്കിലുമൊക്കെ ആയിട്ട് പോകാൻ പറ്റിയില്ലെങ്കിലോ. ഈ ഒരു മൊമെന്റ് എന്ത് രസാറിയോ. കാരണം എന്താ അറിയോ, ഇപ്പൊ ആരിന്നോട് വന്നിട്ട് എങ്ങട്ടാ ചോദിച്ചാലും ഞാൻ എന്താ പറയാ, ആഫ്രിക്ക. അത് സാധാ പറയാ, എങ്ങട്ടാ പോണെ, ആഫ്രിക്ക. ഇത് കുറച്ചു നേരം എന്റെ ഫ്ലൈറ്റ് കയറി അവിടെ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റൂലല്ലോ. വയ്യ. ഇന്ന് ഞാൻ ആദ്യമായിട്ട് ഞാൻ അഡ്വാൻസ് ഉണ്ടാക്കിയ പൈസക്ക് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ പോവാണ്. ഞാൻ ഇതിന് മുമ്പ് ഒരു സ്പോൺസേർഡ് ഫ്ലൈറ്റ് കയറിയിട്ടുണ്ട്, പക്ഷേ അതും എൻ്റെ തന്നെയാണ്. പക്ഷെ എന്നാലും ഇത് ഞാൻ ഇറ്റ്സ് ഡിഫറെൻറ്റ് റൈറ്റ്. അപ്പം എനിക്ക് ഭയങ്കര പൊലിവാ. ഹായ്, ഇപ്പം ഞാൻ ചെന്നൈയിൽ നിന്ന് ബാംഗ്ലൂർക്ക് ഫ്ലൈറ്റ് കയറി. അവിടെ 3 മണിക്കൂർ ലേ ഓവർ ഉണ്ട്. ഇപ്പം ടർബുലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൈറ്റ് ഇങ്ങനെ അളക്കും. ഒക്കെ എന്തെങ്കിലും വെതറിൻ്റെ ഒക്കെ കാരണം കൊണ്ട് ഇതായിപ്പോൾ അളകുണ്ട്. അപ്പം ഞാൻ ഫസ്റ്റ് പ്രാവശ്യം ഫ്ലൈറ്റ് കയറിയേക്ക് എനിക്കിങ്ങനെ ടർബുലൻസ് പറഞ്ഞ സാധനങ്ങളൊന്നും എനിക്കറിയൂല. ഞാൻ അതിനെപ്പറ്റി കേട്ടിട്ടും ഇതാക്കിയിട്ടൊന്നുമില്ല. പെട്ടെന്ന് ഫ്ലൈറ്റ് അളകാൻ തുടങ്ങി. ഞാൻ കരുതി കയ്യിലും അടിച്ചു പോയി. ഇതിനൊക്കെ ഫ്ലൈറ്റ് അല്ലേ അളകണേ, വണ്ടിയൊന്നും കാറൊന്നുമല്ലല്ലോ. അളകിങ്ങനെ വീടും എന്നുള്ള സാധനം. ഞാനൊക്കെ പേടിച്ച് പാനിക്കായി. അപ്പം എൻ്റെ അപ്പുറത്ത് ഇരിക്കണ പെണ്ണ് അത്യാവശ്യം ട്രാവലൊക്കെ ചെയ്തിരുന്നു. അപ്പം അവള് പറഞ്ഞതിനോട് ഫസ്റ്റ് പ്രാവശ്യം കറിയിക്കല്ല പിന്നെ കറിയിക്കാണ്. അവളിനോട് ഇങ്ങനെ പറഞ്ഞതൊക്കെ ഉണ്ടാവേണ്ടത് ഇതൊക്കെ ചെറിയ ടർബുലൻസ് ആണ്, ഇതിനേക്കാളും വലിയ ടർബുലൻസ് ഓള് എക്സ്പീരിയൻസ് ചെയ്തിക്കണം അറിയുന്നതൊക്കെ. പിന്നെ ഇങ്ങനെ റെഡിയായി. ഞാൻ ആർക്കിടെക്ചറിന് ജോയിൻ ചെയ്ത ടൈമിൽ എൻ്റെ ആഗ്രഹമായിരുന്നു എയർപോർട്ടൊക്കെ ഡിസൈൻ ചെയ്യണ വലിയ ആർക്കിടെക്റ്റ് ആവണം എന്നൊക്കെ. പക്ഷെ പിന്നെ എന്താ ഉണ്ടായി വെച്ച് കഴിഞ്ഞാൽ ആർക്കിടെക്ചർ കൂടുതൽ പഠിക്കാൻ തുടങ്ങിയേക്ക് എനിക്ക് ആ താല്പര്യമൊക്കെ പോയി. എനിക്കിപ്പോൾ എന്താ താല്പര്യം വെച്ച് കഴിഞ്ഞാൽ വീട് ഡിസൈൻ ചെയ്യില്ല, അതൊക്കെ ഭയങ്കര ഇഷ്ടം. മീൻസ് ഒരാൾക്കൊരു ഹോം ഫീലിംഗ് കൊടുക്കുക. വീട് ഇപ്പം ഉണ്ടാക്കിയിട, പക്ഷെ ആ ഒരു ഹോം ഫീലിംഗ് കിട്ടുന്ന സാധനം അങ്ങനെ ഡിസൈൻ ചെയ്യുക, അതിനോടൊക്കെയാണ് എനിക്കിപ്പോൾ താല്പര്യം. ഇതെനിക്കിപ്പോൾ താല്പര്യമൊന്നുമില്ല. ഇത് ഭയങ്കര ടെക്നിക്കലായി, അങ്ങനത്തെ ഒന്നും എനിക്ക് താല്പര്യമില്ല. പിന്നെ ഇങ്ങനെ ഗ്രൂപ്പായിട്ട് ചെയ്യണ്ടേ, വലിയ ടീമായിട്ടൊക്കെ അല്ലേ. കാരണം എനിക്ക് ടീമായിട്ട് ചെയ്യണതിനോണ്ടും തീരെ താല്പര്യമില്ല. ഈ ട്രിപ്പിന്റെ ബെസ്റ്റ് പാർട്ട് എന്താ അറിയോ, എനിക്ക് കണ്ണു കാണൂല. എനിക്ക് ശരിക്കും കണ്ണു കാണൂല. എനിക്ക് കുറച്ച് എൻ്റെ അടുത്ത് മുന്നിൽ നിൽക്കുന്ന ആൾക്കാരെ കാണും, അതിൻ്റെ അപ്പുറത്തുള്ളവരെ മുഖമൊന്നും എനിക്ക് കാണൂല. ഞാനിപ്പോൾ ഒരു സർജറി ചെയ്തതേനു. അപ്പം അതിന് ശേഷം കുറച്ച് ടൈം എടുക്കും എനിക്ക് കണ്ണ് കാണാൻ.
അങ്ങനെ ഒരു അന്തിയായിട്ടാണ് ഞാൻ പുതിയ രാജ്യത്തേക്ക് പോണത്. അങ്ങനെ ഞാനിപ്പോ ബാംഗ്ലൂർ എയർപോർട്ട് എത്തി. ഇനി ഉള്ളിലേക്ക് പോട്ടെ. എന്നിട്ട് ഇനി ഒന്നും കൂടെ സെക്യൂരിറ്റി ചെക്കിങ്ങും മറ്റേ എൻ്റെ ഡോക്യുമെന്റ്സ് ഒക്കെ ഒന്നും കൂടെ നോക്കുന്നുണ്ടാകും. എന്നോട് ഇവിടുന്നും കൂടെ ഒന്നും കൂടെ നോക്കും പറയുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് ആഫ്രിക്കയിൽ ചെന്നിട്ട് അവിടുന്ന് ഇമിഗ്രേഷൻ്റെ അവിടുന്ന് കാര്യമായിട്ടുള്ള ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പറഞ്ഞു. എന്നിട്ടൊക്കെ അറിയുള്ളൂ ഇനി ആഫ്രിക്ക എത്തോ ഇല്ലേന്ന്. അപ്പൊ നമുക്ക് നോക്കി നോക്കാം. മീൻസ് നല്ല ഇന്റീരിയർ ഉള്ള എയർപോർട്ടുകളെയും കണ്ടിക്കണം. പക്ഷെ ഇതൊന്നും കൂടെ ഓർണമെന്റേഷൻ ഒക്കെ ഭയങ്കര രീതിയിൽ കൂടുതലാണ്. കൊള്ളാം, പക്ഷെ എനിക്ക് ഈ സാധനം ഒന്നും പറ്റില്ല. ഇതെന്താണ്? അതും എനിക്ക് ഇഷ്ടമായി. അത് നോക്കാത്ത നല്ല രസമല്ല. അതൊരു പാകത്തിന്. ഇത് കണ്ടാൽ തന്നെ പേടിയാവണം തലേക്ക് വീഴുമെന്ന്. വരുന്നവരെല്ലാരും ഈ ലൈനിൽ നിൽക്കുന്നുണ്ട്. ഇതെന്തോ സംഭവം ഒന്നും എനിക്കറിയില്ല. എനിക്ക് അങ്ങോട്ടിട്ട് കണ്ണ് കാണുന്നില്ല. അപ്പൊ നമുക്ക് നോക്കാം. ഇങ്ങനെയല്ലേ പഠിക്കുക. ഞാൻ ആദ്യമായിട്ടാട്ടോ ഇന്റർനാഷണൽ ടെർമിനലിന്റെ ഉള്ളിലൊക്കെ കയറണേ. അപ്പൊ ഞാൻ കയറി നോക്കുമ്പോ അറിയാത്തൊരു ലൈൻ ഇട്ടോ. മീൻസ് ഇത്രയും കാലം ഡൊമസ്റ്റിക്കിൽ പോയപ്പോ കാണാത്ത ടൈപ്പ് ഒരു ലൈന്. അപ്പൊ എനിക്ക് എന്താന്ന് അറിയില്ല. അപ്പൊ ഞാനും പോയി നിന്ന്. ഞാനും പോയി എല്ലാരും കൊടുക്കണ മാതിരി ഇത് രണ്ടും കൊടുത്തുട്ടോ. ബോർഡിംഗ് പാസും പാസ്പോർട്ടും കൊടുത്ത് കയ്യില് ഞാനിങ്ങനെ കിട്ടിയിരിക്കുന്നത് മനസ്സിലാവില്ല. പിന്നെ ഞാൻ എന്റെ പാസ്പോർട്ട് തുറന്നു കേൾക്കുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റാമ്പ് എന്റെ പാസ്പോർട്ടില് ഇമിഗ്രേഷൻ ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞിരുന്നില്ല. എന്ത് രസാ. ഞാൻ ഇപ്പോഴാ ഒരു കാര്യം ശ്രദ്ധിച്ചേ. മൊയന്ത് തന്നെ. ഇത് ഇന്റർനാഷണൽ ടെർമിനൽ അല്ലേ? എല്ലാ എയർപോർട്ടിന്റെ ഇന്റർനാഷണൽ ടെർമിനലുകൾ ഇത്ര സെറ്റപ്പ് ഒക്കെ ഉണ്ടാവും. ഞാൻ ഡൊമസ്റ്റിക്കിലല്ലേ പോക്ക്, എനിക്കറിയില്ലല്ലോ. കൊള്ളാം. ഇപ്പം ഞാൻ ചെന്നൈയിൽ നിന്ന് കയറിയോണ്ട് ഇവിടെ ഗേറ്റിലിരിക്കുന്ന ടൈമിൽ എന്നെ മാത്രം വിളിച്ചു. ഞാനങ്ങ് ടെൻഷനായി. എന്നെ വിളിച്ചിട്ട് എൻ്റെ പാസ്പോർട്ടും എൻ്റെ ബോർഡിംഗ് പാസും അതേമാതിരി ഹോട്ടൽ ബുക്കിങ്സും കണക്ക് പറഞ്ഞു. ഹോട്ടൽ ബുക്കിങ്സ് ഇല്ല, ഞാൻ അവിടെ നിന്ന് ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ ഉണ്ടാവില്ല എന്ന്. അങ്ങനെ അതൊന്ന് റീചെക്ക് ചെയ്തു. പിന്നെ ഒരു വിട്ട് ബാക്കി ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടാവും അറിയില്ല. നോക്കി നോക്കാം. അങ്ങനെ ഞാൻ പുതിയ ഒരു കൺട്രിക്ക് പോവാണ്. ഞാൻ വലിയ പോലെ അറക്കൊന്നും ചെയ്യാണ്ട് ഇവിടെ ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കുക. എന്ത് കാണാനറിയോ? എൻ്റെ വളരെ ഓൺലൈൻ ട്രാവൽ പാർട്ട്ണറായ എൻ്റെ ബാഗ് ആഫ്രിക്ക എത്തണ കാണാൻ. എത്തിയിട്ടില്ല, എത്തട്ടെ. ഇപ്പൊ ഞാൻ മൊറീഷ്യസ് എത്തി. എനിക്ക് ഇങ്ങോട്ട് പോകണ്ട ഇതാക്കണ്ട് ഒന്നും അറിയില്ല കേട്ടോ. ഞാനിങ്ങനെ കേട്ടേക്കൊക്കെ അതിനെ പറ്റിയിട്ടൊന്നും അന്വേഷിച്ചിട്ടൊന്നുണ്ടായില്ല. അപ്പൊ ഞാൻ കരുതി ഇത് ചെറിയ സ്ഥലമാണ് എന്ന്. നോക്കുമ്പോ ഫ്ലൈറ്റ് ഒന്ന് കണ്ടിട്ട് കഴിയണില്ല, വലിയ സ്ഥലമാണിത്. എന്നോട് ഞാൻ അന്വേഷിച്ചേക്ക് എന്നോട് അറിയാം 10 ദിവസമൊക്കെ മതി മൊറീഷ്യസ് എക്സ്പ്ലോർ ചെയ്യാനെന്ന്. എവിടെ ഇതൊന്നും കണ്ടാ കഴിയൂല. അയ്യോ, ഇനി ഞാൻ എങ്ങോട്ടാ പോവാൻ. ഞാൻ കരുതണ നോർത്തേക്ക് പോകുന്നതാണ്. പക്ഷെ നോർത്ത് ഏത് നോർത്ത് എവിടെ ഒന്നും അറിയില്ല. സിമ്മില്ല, വീട്ടിൽ ഇതിലിട്ട് പറഞ്ഞിട്ടില്ല അവിടെ എത്തിയത്. ഇവിടുത്തെ ചെക്കിങ് കഴിഞ്ഞു, ഇമിഗ്രേഷൻ കഴിഞ്ഞു. ഇവിടുത്തത് ഏറ്റവും പണി. എന്തിനാ വന്നേ? ഞാൻ പറഞ്ഞു ഞാൻ ട്രാവലറാണ്, ബ്ലോഗറാണ്, അത് ഇതൊക്കെ. എന്നാലും എന്തിനാ വന്നേ? ഞാൻ പറഞ്ഞു ട്രാവൽ ചെയ്യാന്. എന്ത് കുത്തി കുത്തി ചോദിക്കുക. അതെടുക്ക്, ഇതെടുക്ക്, മറ്റേതെടുക്ക്. ഓഹോ, ലാസ്റ്റ് സ്റ്റാമ്പ് അടിച്ചൊന്നു സെറ്റ്. ഇവിടെ എൻ്റെ അടുത്ത് കാർഡിലാണ് പൈസ ഉള്ളത്. അതിന് ATM പോയി നേരെ മൊറീഷ്യസ് കറൻസി കിട്ടും. പക്ഷെ എൻ്റെ അടുത്തുള്ള ക്യാഷ് ഇവിടെ എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് മൊറീഷ്യൻ കറൻസി ആയിട്ട് തരും. ഓക്കെ. അപ്പം നമ്മൾ എയർപോർട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ ട്രാവൽ ഏജൻസിയും കാര്യങ്ങളൊക്കെ കാണും. ഇവിടുന്ന് ഇറങ്ങണം അവിടെ തന്നെയാണ്. നമുക്ക് അവിടുന്ന് സിം എടുക്കാം. 1500 രൂപയാണ് സിമ്മും 1 മാസത്തെ റീചാർജിനും ആകുക. അതേമാതിരി ഇവിടെ വന്നിട്ട് നമുക്ക് ക്യാഷ് ഉണ്ടെങ്കിൽ ഓരെന്തായിട്ടും മൊറീഷ്യസ് ഇവിടുത്തെ കറൻസി ആയിട്ട് നമുക്ക് തരും. അല്ലാന്നുണ്ടെങ്കിൽ പുറത്ത് ATM പോയിട്ട് കാർഡിലെ പൈസ എന്നുണ്ടെങ്കിൽ പുറത്ത് ATM പോയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇവിടുത്തെ കറൻസി ആയിട്ട് തന്നെയാണ് വരിക. പിന്നെ ഇവിടെ നമ്മൾ പൈസ മാറ്റണതിന് ഒരു എക്സ്ട്രാ പൈസ മേടിക്കൊന്നുമില്ല. 800 രൂപ കൊടുത്തേക്ക് എനിക്ക് 360 രൂപയാണ് കിട്ടിയത്. ഞാൻ ഇപ്പൊ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇരിക്ക. എനിക്കറിയില്ല എങ്ങട്ടാ പോണ്ടേന്ന്. ഇവിടുന്ന് ഞാൻ കരുതിയുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ. അങ്ങോട്ട് പോവാൻ ചോദിച്ചേക്ക് പറയാ 6000 രൂപ ടാക്സിക്ക്. ഒരു മാസത്തിനാ ഞാൻ പോന്നിക്കണത്. എനിക്കറിയില്ല എന്താകുന്ന്. ലോസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ ഇങ്ങനെ ഇരിക്ക. എങ്ങോട്ടാ പോവുക? എവിടെ നിക്കുക? വഴി ഉണ്ടാകും.
സ്റ്റാർട്ടിങ് ട്രബിളാ പിന്നെ സെറ്റ് ആയി കൊടുക്കും. ഓക്കെ ഓക്കെ.